ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 17ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം കരയറ്റുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. തുടർന്നും ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവവചനം ശോഭിക്കേണ്ടതിന്, ദൈവവചനം മായം ചേർക്കാതെ പ്രസ്താവിക്കേണ്ടതിന് ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ ആരംഭത്തിൽ ഈ പുസ്തകത്തിൻ്റെ കുറിവാക്യമായിരിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി പുസ്തകത്തെ 4ആയി നമ്മൾ വിഭജിക്കുകയുണ്ടായി. 1-ാമത്തെ വിഭജനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെയാണ്. 2-ാമത്തെ വിഭജനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെയാണ്. സഭ യെരുശലേം പട്ടണത്തെ സ്വാധീനിക്കുന്ന ചരിത്രമാണ് അവിടെ നമ്മൾ കണ്ടത്. 3-ാമത്തെ വിഭജനം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവസഭ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലേക്കും നീങ്ങുന്ന ആ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ വിഭജനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ശമരിയ പട്ടണത്തിൽ പോയി സുവിശേഷം പറഞ്ഞതും അവിടെ തനിക്കുണ്ടായ അനുഭവങ്ങളെയും നമ്മൾ ചിന്തിച്ച ശേഷം തനിക്കുണ്ടായ നിർദ്ദേശപ്രകാരം തന്നെ ദൈവം ആക്കിയ മറ്റൊരു സ്ഥലത്തേക്ക് താൻ യാത്ര ചെയ്യുന്നതും അവിടെ എത്യോപ്യക്കാരനായ ഒരു മന്ത്രിയെ കർത്താവിങ്കിലേക്ക് താൻ നടത്തുന്നതായ ഒരു ചിന്തയാണ് നമ്മൾ കാണുകയുണ്ടായത്. ഇന്ന് ഈ എപ്പിസോഡിൽ 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 8-ന്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് വലിയ ഉണർവ് നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഫിലിപ്പോസ് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം താൻ ഗസയ്ക്കുള്ള വഴിയിലേക്ക് താൻ പോകുന്നതായിട്ട് നാം കാണുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ അനുസരിച്ച് അദ്ദേഹം കടന്നു പോകുന്നതായിട്ട് നമ്മൾ പിന്നീട് വായിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രധാനമായൊരു വിഷയം പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 8-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് മാസ് ഇവാഞ്ചലിസം നമ്മൾക്ക് കാണുവാൻ കഴിയും. 2-ാമത്തെ ഭാഗത്ത് പേഴ്സണൽ ഇവാഞ്ചലിസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടിടത്തും ദൈവവചനമാണ് കർത്താവിൻ്റെ ദാസനാകുന്ന ഫിലിപ്പോസ് അതിശക്തിയോടെ ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മനിറവിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ ഫലം കൊണ്ടുവരും എന്ന് നമുക്ക് ഈ 8-ാം അധ്യായത്തിൽ നിന്ന് വളരെ ശക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 26 മുതലുള്ള വേദഭാഗത്തിൽ പേഴ്സണൽ ഇവാഞ്ചലിസം ഫിലിപ്പോസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു കാര്യം ഈ 8-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മാവ് നിയോഗിക്കുന്ന ഇടത്ത്, അതായത്
തക്ക സമയത്ത് തക്ക ഇടത്ത് ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവായി നിന്നാൽ അവിടെ വളരെ ഫലമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ 26 വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവം ദൂതൻ മുഖാന്തരമായി അരുളി ചെയ്തതനുസരിച്ച് ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വലിയ ഉണർവ് വിട്ട് നിർജ്ജനമാകുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഒരാജ്ഞ ലഭിച്ചപ്പോൾ ദൂതനോട് തിരിച്ച് താൻ ഒന്നും പറയുന്നില്ല. അത് ദൈവാലോചനയായി സ്വീകരിച്ച് ഉടൻ തന്നെ താൻ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. രണ്ടാമത് നമുക്ക് അവിടുന്ന് മനസ്സിലാകാൻ കഴിയുന്നത്, അങ്ങനെ ഒരു നിർജ്ജന പ്രദേശത്ത് പോകുന്നത് കൊണ്ട് തന്നിലൊരു പിറുപിറുപ്പ് കാണുന്നില്ല. അങ്ങനെ പോകേണ്ടി വരുന്നല്ലോ എന്നൊന്നും ഓർത്ത് താൻ അവിടെ തനിക്ക് യാതൊരു നിലയിലും ഒരു പ്രയാസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ എത്തിച്ചേരുക, ആഗ്രഹിക്കുന്ന ഇടത്ത് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. അതാണ് ദൈവവചനം പ്രകാരം സക്സസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമത് നമുക്ക് അവിടെ മനസ്സിലാകുന്ന കാര്യം, ഈ വലിയ ഉണർവ് ശമര്യയിലുണ്ടായി. അവിടെ അനേക ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഈ പുതിയ കൺവേർട്സിനെ വിട്ടിട്ട് തനിക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകുവാൻ ഒരു പ്രയാസവും തനിക്കുണ്ടാകുന്നില്ല. അനേക ആളുകൾക്ക് ഇന്ന് അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട്. ദൈവമാണ് ഒരു ശുശ്രൂഷകനെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നതെങ്കിൽ പുതിയ കൺവേർട്സിൻ്റെ കാര്യത്തെ ഒക്കെ ടേക്ക് കെയർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ചുമതലപ്പെട്ടയാളാണ്, റെസ്പോൺസിബിൾ ആളാണ്. കർത്താവ് പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ പണിയിൽ ദൈവം ഓരോ സമയത്ത് ഓരോ ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞ് മാറുമ്പോൾ പിന്നെയും ദൈവം അതിൻ്റെ ബാക്കി പണിക്ക് ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും. ആ കാര്യം നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ താൻ ദൂതൻ്റെ ആജ്ഞ അനുസരിച്ച് മുന്നേറിയിട്ട് അടുത്തതായിട്ട് താൻ ആ നിർജ്ജന പ്രദേശത്ത് വരുമ്പോഴും പരിശുദ്ധാത്മാവിന് താൻ വളരെ സെൻസിറ്റീവായി നിൽക്കുകയാണ്. ദൂതൻ മുഖാന്തരമുള്ള ആജ്ഞ അനുസരിച്ച് സ്ഥലം മാറി അടുത്ത സ്ഥലത്തേക്ക് താൻ പോവുകയാണ്. പക്ഷേ ഈ അടുത്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടും വളരെ ആത്മാവിന് താൻ സെൻസിറ്റീവായി നിൽക്കുന്നതായിട്ട് നമുക്ക് ബാക്കിയുള്ള 27 മുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം, ആദ്യ നൂറ്റാണ്ടിലെ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദ ഹോളി സ്പിരിറ്റ് വാസ് എ റിയാലിറ്റി. പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഫാക്റ്റ് അവരത് എക്സ്പെക്റ്റ് ചെയ്തു. അവരുടെ ഡിസിഷൻ എടുക്കേണ്ട ഓരോ സമയങ്ങളിലും ആത്മാവ് അവരോട് സംസാരിക്കുമെന്നും ആത്മാവിൻ്റെ ശബ്ദം അവർക്കുണ്ടാകുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ് സംസാരിച്ചതെന്നും അവർക്ക് ബോധ്യമായി. മാത്രമല്ല, ആത്മാവ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം അല്പം പോലും അതിന് ഒരു മാറ്റം വയ്ക്കാതെ പൂർണ്ണമായി അതനുസരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഇവിടെ നാം 27 മുതൽ വായിക്കുമ്പോൾ ഫിലിപ്പോസ് വരുന്ന ആ സ്ഥലത്താണല്ലോ എത്യോപ്യക്കാരൻ മന്ത്രിയായിരിക്കുന്ന ഷണ്ണനെ ലൂക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 29 വാക്യത്തിൽ ആത്മാ ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. കണ്ടോ, ഒരു സ്നേഹിതൻ വഴികാട്ടി കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആത്മശബ്ദത്തിന് സെൻസിറ്റീവായിരുന്ന ഈ ഇവാഞ്ചലിസ്റ്റിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം അതുപോലെ അതനുസരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു കാഴ്ചയാണ്. 10-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ ഇതുണ്ട്. അതിപ്പോൾ ഞാൻ പറയാതെ അടുത്ത എപ്പിസോഡുകളിൽ ആ വിഷയങ്ങൾ വരുമ്പോൾ അത് പിന്നെയും ഞാൻ സൂചിപ്പിക്കാം. ഇന്ന് സുവിശേഷ വേലയിലായിരിക്കുന്നവർ ഈ മാതൃക മനസ്സിലാക്കി അത് പിൻപറ്റിയാൽ അവരുടെ ശുശ്രൂഷയ്ക്ക്
വളരെ ഫലമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വാസ്തവത്തിൽ സുവിശേഷ വേല അങ്ങനെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആവേശത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല സുവിശേഷ വേല. ദൈവത്തിന് നമ്മെ എവിടെയാണ് ആവശ്യം, ഏത് മിനിസ്ട്രിയാണ് ദൈവം നമ്മളെക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് ആത്മനിയോഗത്താൽ നീങ്ങി ആത്മനിറവിൽ ദൈവത്തിൻ്റെ വചനം കൈമാറുക. അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായി റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഹോളി സ്പിരിറ്റിന് അവർ സെൻസിറ്റീവ് ആയിരുന്നത് പോലെ, പരിശുദ്ധാത്മാവ് അവരെ സംബന്ധിച്ചുള്ള റിയാലിറ്റി ആയിരുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവസഭയിൽ ദൈവമക്കൾ, സുവിശേഷകർ അതുപോലെ സെൻസിറ്റീവായാൽ തീർച്ചയായും നമ്മുടെ ശുശ്രൂഷകളുടെ ഛായയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിലുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ എടുത്ത് പിന്നെയും അത് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം, അനേക ആളുകളുടെ ഇടയിൽ ഒരു ചിന്ത, ഹോളി സ്പിരിറ്റ് വരുന്നത് കേവലം മാനിഫെസ്റ്റേഷൻസ് തരാനാണ്, ശാരീരികമായി ഏതെങ്കിലും ഒരു ഫീലിംഗ് തരാനാണ് എന്ന് ധരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. തീർച്ചയായും പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആത്മാവ് വരുന്നത് സഹോദരങ്ങളെ കേവലം മാനിഫെസ്റ്റേഷൻസ് തന്ന് ഒരു ഗുഡ് ഫീലിംഗ് നമുക്ക് തന്നേച്ച് പോകുവാനല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് ഇവിടെ നാം കണ്ടതുപോലെ നമ്മെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുവാനാണ്, ശുശ്രൂഷയിൽ ഗൈഡ് ചെയ്യുവാനാണ്. വലിയ കാര്യം നമ്മൾ വിട്ടിട്ട് മൈനറായുള്ള കാര്യങ്ങളിൽ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ ആത്മാവ് വന്നതിൻ്റെ പർപ്പസിൽ നിന്ന് നമ്മൾ വളരെ മാറിപ്പോവുകയാണ്. മുൻപൊരു എപ്പിസോഡിലും ഞാൻ ഈ കാര്യങ്ങൾ ഊന്നിപ്പറയുകയുണ്ടായി. ചില മാനിഫെസ്റ്റേഷൻസ് നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് അങ്ങ് തൃപ്തി അടയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് വളരെ സൈഡ് ട്രാക്കായി പോകുകയാണ്. ഫിലിപ്പോസ് ആത്മപൂർണനായ മനുഷ്യനാണ്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു ഫിലിപ്പോസ്. അദ്ദേഹം ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മപൂർണനായ മനുഷ്യനാണ്. പക്ഷേ ആത്മപൂർണനായ ഈ മനുഷ്യനെ ആത്മാവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. See, the Holy Spirit was so real to him. ഒരു സ്നേഹിതനെ പോലെ പരിശുദ്ധാത്മാവ് എവിടെ ചെല്ലണം, എങ്ങോട്ട് ചേർന്ന് നിൽക്കണം, സംസാരിക്കേണ്ടത്, ഇതെല്ലാം ഗൈഡൻസ് കൊടുക്കുകയാണ്. മാനിഫെസ്റ്റേഷൻസിൽ മാത്രം നിൽക്കാതെ ദൈവസഭ, ദൈവമക്കൾ, ആത്മാവ് അവരുടെ മേൽ വന്നവരെ എക്വിപ്പ് ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടുവാനായി ഞാൻ വിശേഷാൽ ഈ തരുണത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. പരിശുദ്ധാത്മാവിന് ദൈവസഭയിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവസഭയിലൂടെ പ്രവർത്തിച്ച് ലോകത്തെ ക്രിസ്തുവിങ്കിലേക്ക് ആത്മാവിനെ കൊണ്ടുവരണം. മറ്റൊരു കാര്യം, ആത്മാവിന് ഈ അകത്ത് ദൈവസഭയിൽ വന്നവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തണം. ഇങ്ങനെയുള്ള ഗൗരവമേറിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാദേശിക സഭയിൽ ചെയ്യുവാനുണ്ട്. മറ്റൊരു വിഷയം, ഈ 8-ാം അധ്യായത്തിൽ പൊതുവെയും 26 മുതലുള്ള വാക്യങ്ങളിലും ദൈവത്തിൻ്റെ വചനമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ 26 മുതൽ ഈ വായിക്കുന്ന വേദഭാഗത്ത് ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ഷണ്ണൻ്റെ തേരിനോട് ചേർന്ന് നടക്കുന്നു. പിന്നെ ഷണ്ണൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ താൻ തേരിനകത്ത് കയറി ഇരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം താൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ.
അത് ആ വാക്യങ്ങളെ ആധാരമാക്കി താൻ സുവിശേഷം പറയുക, വചനം പറയുക. 8-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ശമരിയയിലെ ഉണർവിൽ മിറക്കിൾസ് നടന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ നടന്നു. പക്ഷെ ഷണ്ണനോടുള്ള ബന്ധത്തിൽ അങ്ങനെ രോഗസൗഖ്യമോ ഒന്നും നടന്നില്ല. ആത്മനിയോഗത്തിൽ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം താൻ അത് എക്സ്പോസ് ചെയ്തപ്പോൾ ഷണ്ണന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു. താൻ സീരിയസ് ആയിട്ടുള്ള ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ തയ്യാറാകുകയാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തയ്യാറാകുകയാണ്. ശമരിയയിലെ ഉണർവിലും വ്യക്തിപരമായി നിർജ്ജന പ്രദേശത്ത് ഈ മന്ത്രിയോടുള്ള ബന്ധത്തിലും ഫിലിപ്പോസ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് പ്രഘോഷിക്കുന്നത്. ദൈവമക്കൾ, ദൈവസഭ, ദൈവദാസന്മാർ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. അല്ലാതെ ഫിലിപ്പോസ് അവിടെ ചെന്ന് ഒരു മന്ത്രിയെ ഇംപ്രസ് ചെയ്യുവാനായി ഏതാണ്ട് പ്രത്യേക നിലയിൽ ഒരു കാര്യമോ ശുശ്രൂഷയോ ഒന്നും ചെയ്തില്ല. He just spoke God's word as the Holy Spirit led him. ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിന് ക്രിയ ചെയ്യുവാൻ കഴിയും. കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നത്. ആത്മാവ് നടത്തിയാൽ രോഗസൗഖ്യം, അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതെല്ലാം ആത്മനടത്തിപ്പിലാണ് ചെയ്യേണ്ടത്. ഷണ്ണനോടുള്ള ബന്ധത്തിൽ ആ വിഷയത്തിന് ആവശ്യമില്ല. ആത്മാവ് ദൈവവചനം പ്രഘോഷിക്കുവാനായി നടത്തി. ഫിലിപ്പോസ് അത് ചെയ്തു, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവിടെ മാക്സിമം റിസൾട്ട് ഉണ്ടായി. ആ മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് വരുന്നതായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഷണ്ണന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിനായി ദാഹിച്ച ഒരാളാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്നത് ദയവായി ശ്രദ്ധിക്കണം. ദൈവിക കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറന്ന് ദൈവത്തിൻ്റെ പദ്ധതിയെയും രക്ഷണ്യ പ്രവൃത്തിയെയും അവർക്ക് ബോധ്യമാക്കി കൊടുക്കും. അത് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വെളിപ്പാടാണ്. അന്വേഷിക്കുന്ന ഒരാൾ, യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരാൾ, ജെനുവിനായി അന്വേഷിക്കുന്ന ഒരാൾ ദൈവത്തെ കണ്ടെത്തും. ഷണ്ണൻ അങ്ങനെയുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹം ആരാധനയ്ക്ക് യെരുശലേമിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് യെശയ്യാ പ്രവാചകൻ്റെ ചുരുളുമായിട്ടാണ് താൻ മടങ്ങി വരുന്നത്. പക്ഷേ ആരാധനയ്ക്ക് പോയി മടങ്ങി വരുന്നയാൾ ചുരുൾ തുറന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയാണ്. 28-ാമത്തെ വാക്യത്തിൽ അവൻ യെരുശലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. എന്നിട്ട് താഴോട്ട് നാം വരുമ്പോൾ 32-ാമത്തെ വാക്യം പരിശോധിച്ചാൽ തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത് എന്ന് പറഞ്ഞിട്ട് ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ന്റെ 7-8 വാക്യങ്ങൾ ഇവിടെ ലൂക്കോസ് കോട്ട് ചെയ്യുകയാണ്. താഴോട്ട് 34-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഷണ്ണൻ എന്നിട്ട് ഫിലിപ്പോസിനോട് ചോദിക്കുക, താൻ ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. താൻ ചോദിക്കുക എങ്ങനെയാണ്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. എത്രയോ ഹമ്പിളായിട്ടാണ് താൻ ആ കാര്യം ഈ ഇവാഞ്ചലിസ്റ്റിനോട്, ഫിലിപ്പോസിനോട് താൻ ചോദിക്കുന്നത്. എന്നിട്ട് ഫിലിപ്പോസിൻ്റെ പ്രതികരണം 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ഹി സ്പോക്ക് ദ ഗോസ്പൽ. സുവിശേഷം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്തയാണ്. എവ്രിതിങ് അബൌട്ട് ജീസസ് ഇസ് ദ ഗോസ്പൽ. അത് ഫിലിപ്പോസ് ഈ വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഫിലിപ്പോസ് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്. 36-ാം വാക്യം ശ്രദ്ധിക്കണം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു.
ഇവിടെ ദൈവമക്കൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഇത് പ്രവാചകൻ തന്നെക്കുറിച്ചാണോ മറ്റൊരാളെക്കുറിച്ചാണോ ഇത് പറയുന്നത്? അപ്പം പരിശുദ്ധാത്മാവ് നിയോഗിച്ച ഫിലിപ്പോസ് ആ വചനങ്ങൾ ആധാരമാക്കി ഗോസ്പൽ ഷെയർ ചെയ്തു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പങ്കുവച്ചു. അവിടെ സ്നാനപ്പെടാൻ പറഞ്ഞു എന്നൊന്നുമില്ല, സുവിശേഷം പങ്കുവച്ചു. അങ്ങനെ ഈ തേര് മുന്നോട്ട് പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം കാണുമ്പോൾ ഷണ്ണൻ പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. 36 വാക്യത്തിൽ അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സ്നാനപ്പെടുവാൻ എടുത്ത് ഫിലിപ്പോസ് പറഞ്ഞതായിട്ട് അതിന് മുൻപുള്ള വാക്യങ്ങളിലില്ല. സുവിശേഷം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വെള്ളമുള്ള ഒരു സ്ഥലം വന്നപ്പോൾ ഷണ്ണൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എന്താ ഞാൻ സ്നാനപ്പെടുന്നതിന് തടസ്സം? അങ്ങനെയെങ്കിൽ പൂർണ്ണ സുവിശേഷത്തിൽ സ്നാനം എന്ന വിഷയം ഉണ്ട്. സ്നാനം എന്ന വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ഗോസ്പലായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. വേറെ ചിന്ത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആത്മപൂർണനായ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിയോഗിക്കപ്പെട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ ഫുൾ ഗോസ്പൽ പ്രസന്റ് ചെയ്യും. ആ ഫുൾ ഗോസ്പലിലെ ഒരു ഭാഗം സ്നാനമാണ് എന്ന് ഈ തിരുവെഴുത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യം. പിന്നെ അവൻ അവരോട്, അതായത് കർത്താവ് ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവ് സ്നാനപ്പെടാൻ പ്രസംഗിക്കാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല, പ്രീച്ച് ദ ഗോസ്പൽ. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിക്കണം, 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 16-ാം വാക്യം ശ്രദ്ധിച്ചോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്തു വിശ്വസിക്കണം? 15-ാം വാക്യം, നിങ്ങൾ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം കേട്ട് അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ, സുവിശേഷം വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സുവിശേഷത്തിൽ സ്നാനമെന്ന വിഷയം ഉണ്ട് ദൈവമക്കളെ. പക്ഷേ അനേക ഇടങ്ങളിൽ ഞാൻ കണ്ടുവരുന്ന കാര്യം, ഈ വിലപ്പെട്ട സത്യം പലരും മറച്ചു വെക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സത്യം, ഷണ്ണന്റെ ഹൃദയത്തിനകത്താണ് വിശ്വാസമുണ്ടാകുന്നത്. അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ ആ വാക്യം എടുത്തു കാണിക്കാം. ഒരു വ്യക്തി പാപി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഉള്ളിൽ സ്വീകരിക്കുകയാണ്. വിശ്വാസം അവൻ്റെ ഉള്ളിലാണ് വരുന്നത്. സുവിശേഷം കേട്ട് അകത്ത് വിശ്വാസം വരുന്നതിൻ്റെ പുറത്തുള്ള പ്രവൃത്തിയാണ് സ്നാനം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്, ശബ്ദതാണ്, പ്രയോജനമില്ലാത്തതാണ്. എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ യേശു പറയുന്നത് ഞാൻ അനുസരിക്കത്തില്ല, അത് പൊരുത്തപ്പെടുന്നില്ല. എൻ്റെ അകത്ത് വിശ്വാസം സജീവമായി ഉണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് കറസ്പോണ്ട് ടു വർക്ക്സ്. അതെന്നെ ദൈവവചന അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നടത്തണം. അല്ലാതെ എനിക്ക് പ്രവൃത്തിയില്ല,
വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഈ പുസ്തകത്തിന് നിരക്കുന്ന കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. ഇന്ന് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള വിലപ്പെട്ട ദൈവസത്യങ്ങൾ കൈമാറുന്നില്ല, മറ്റു പല കാര്യങ്ങളാണ്. എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും അടിസ്ഥാനപരമായ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. മാനസാന്തരവും വീണ്ടും ജനനവും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്നാനമെന്ന വിഷയം പലയിടത്തിലും അങ്ങ് മറച്ചു വയ്ക്കുകയാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണർവ് സംഘത്തിൽ ദൈവവചനം ഷെയർ ചെയ്യുവാനായി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ തക്ക സമയത്ത് ചെന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ എൻ്റെ സൈഡിലിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ചേർന്നിരിക്കുകയാണ്. അവിടെ മറ്റ് പല മിനിസ്ട്രികൾ നടക്കുകയാണ്, ആരാധനകൾ നടന്നു. അതിനുശേഷം അവരുടെ ഇടയിൽ ചില മിനിസ്ട്രികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ വളരെ ശാന്തമായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന എടുത്ത് പ്രിപ്പയർ ചെയ്ത് അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കടന്നു ചെന്നിരിക്കുകയാണ്. എനിക്ക് സമയം അനുവദിക്കുന്നതിന് മുമ്പ് വളരെ രഹസ്യമായി അദ്ദേഹം എൻ്റെ ചെവിയിൽ പറയുകയാണ്, ഇവിടെ എല്ലാവരും വരുന്ന ഒരിടമാണ്, അതുകൊണ്ട് എല്ലാ കാര്യവും പറയരുത്. എൻ്റെ ചെവിയിലാണത് പറഞ്ഞത്. കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്നും ഞാൻ ആ കാര്യം ഗ്രഹിച്ചു. എല്ലാവരും വരുന്നത് കൊണ്ട് ആരെയും ഒഫൻഡ് ചെയ്യാതിരിക്കുവാൻ സ്നാനമെന്ന വിഷയം പ്രസൻറ്റ് ചെയ്യരുത്. സ്നാനമാണ് എല്ലാവർക്കും ഒരു മേജർ വിഷയം. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചു. ഒട്ടും ഒച്ചപ്പാടുണ്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഞാനും പറഞ്ഞു. എനിക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ട്, ഞാനത് പറയാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അതിനകത്തില്ലായിരുന്നു, പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്നാനം പറയും. അനേക ദൈവദാസന്മാർ പ്രോഗ്രാം ലഭിക്കേണ്ടതിന് ഈ വിലപ്പെട്ട സത്യത്തെ മറച്ചുവെച്ച് ജനത്തെ പൂർണ്ണ സത്യത്തിലേക്ക് നടത്തുന്നില്ല. സഭകൾ എന്ന് വിളിക്കുന്ന പ്രസ്ഥാനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇത് വേദപുസ്തകത്തിലെ സത്യമല്ലേ? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജനം ഇതറിയേണ്ടതല്ലേ? നോക്ക്, ഒരല്പസമയം കിട്ടിയപ്പോൾ ആത്മാവ് നിയോഗിച്ച ഫിലിപ്പോസ്, പരിശുദ്ധാത്മ നിറവുള്ള ഫിലിപ്പോസ് മന്ത്രിയോടാണ് പറയുന്നത്. അവിടെ ഒഫൻഡ് ചെയ്യുമോ ഒഫൻഡ് ചെയ്യത്തില്ലോ ഇതല്ല വിഷയം. താൻ ദൂത് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യങ്ങൾ ആധാരമാക്കിക്കൊണ്ട്, യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ തിരുവെഴുത്ത് ആധാരമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷത്തിനകത്ത് സ്നാനമെന്ന വിലപ്പെട്ട സത്യം കൂടെ ഫിലിപ്പോസ് ഷണ്ണന് കൈമാറി. സുവിശേഷത്തിനകത്ത്, പൂർണ്ണ സുവിശേഷത്തിനകത്ത് സ്നാനം ഉണ്ട് എന്ന് തിരുവെഴുത്ത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം കാണുവാൻ കഴിയും. ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ 36-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഷണ്ണനാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, എനിക്ക് സ്നാനപ്പെടണം. ഉപദേശി ആത്മനിറവിൽ സുവിശേഷം പ്രസന്റ് ചെയ്തു. വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ ഷണ്ണനാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അത് ബൈബിൾ പാറ്റേൺ ആണ്. സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ എല്ലാ ഉപദേശിമാരും കടപ്പെട്ടവരാണ്. പക്ഷെ കേൾവിക്കാരാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അനേക ഇടങ്ങളിൽ ഈ വിഷയം പറഞ്ഞങ്ങ് നിർബന്ധിക്കാറുണ്ട്.
പൂർണ്ണമായി സ്നാനത്തിൻ്റെ വിഷയം ഗ്രഹിക്കാതെ സ്നാനപ്പെടുത്തുന്ന ധാരാളം ഇടങ്ങളുണ്ട്. സ്നാനപ്പെടണം 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 എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒടുവിൽ ഒരുമാതിരി ഫോഴ്സ്ഡായി എന്നാൽ പിന്നെ അങ്ങ് സ്നാനപ്പെട്ടേക്കാം എന്നും കണ്ട് സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. പിന്നീടാണ് അവർ ദൈവവചനമൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ടാകുന്നത്. അയ്യോ, അപ്പം എൻ്റെ സ്നാനം ശരിയല്ലായിരുന്നോ, ഞാൻ രക്ഷിക്കപ്പെട്ടു പോലും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ അവർക്ക് ചിന്തയുണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാരംഭപടി സ്നാനമല്ല സഹോദരങ്ങളെ. വ്യക്തിയിൽ മാനസാന്തരമുണ്ടാകണം. അവർ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ വീണ്ടും ജനന അനുഭവം ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് സ്നാനപ്പെടേണ്ടത്. ഞാൻ ഈ എപ്പിസോഡിൽ സ്നാനത്തിൻ്റെ വിഷയം ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണം വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. എന്നാലും ആദ്യം സ്നാനമല്ല, സുവിശേഷം കേട്ട ഷണ്ണൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടായി. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അല്ലാതെ നിർബന്ധിച്ച് ഏതോ മതത്തിൻ്റെ കർമ്മമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടുന്ന അനുഭവം. ഇവിടെ നാം കാണുന്നത് ഈ ഷണ്ണൻ താന് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇന്ന് വേർപെട്ട സമൂഹത്തിൽ പോലും യൗവനക്കാരായ പലരെയും മാതാപിതാക്കൾ, ദൈവദാസന്മാർ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തുന്ന നിമിത്തം പിന്നീട് അവർക്ക് വളരെയധികം പരാജയങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവർക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. 13, 14, 15 വയസ്സാകുമ്പോൾ നിർബന്ധത്താൽ അങ്ങനെ അങ്ങ് ചെയ്യും. പിന്നീടാണ് അവർ സുവിശേഷം കേൾക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം കുറ്റബോധമുണ്ടാവും. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. വേർപെട്ട സമൂഹത്തിൽ മാനസാന്തരത്തെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും കൃത്യമായ ദൈവവചനത്തിൻ്റെ പഠനമുണ്ടാകണം. നമ്മുടെ യൂത്ത്സ് അത് കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇത് കർത്താവിൻ്റെ വചനമായി അവർ സ്വീകരിച്ച് കർത്താവിനെ അനുസരിക്കുവാനായി അവർ ഏൽപ്പിച്ചു കൊടുത്ത് സ്നാനപ്പെടണം. ബൈബിൾ ആ പാറ്റേൺ ആണ് നമുക്ക് തരുന്നത്. ഇതൊരു ചടങ്ങല്ല, വളരെ വിലപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷയാണ്. മറ്റൊരു കാര്യം നമ്മളിവിടെ കാണുന്നത് ആ 36-ാം വാക്യം ഞാനിവിടെ വായിച്ചല്ലോ. വെള്ളമുള്ള സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ. അവർ തേരിനകത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഉപദേശി സുവിശേഷം പറയുകയാണ്. സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. അനുസരിക്കുന്ന കാര്യം ഗ്രഹിച്ചു, അനുസരിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് അനുസരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എത്യോപ്യയിലെ രാജ്ഞിയുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. രാജ്ഞിയോടൊരു വാക്ക് ചോദിച്ചേച്ച് വേണ്ടേ സ്നാനപ്പെടാൻ? താനത് ചെയ്യുന്നില്ല. അതുപോലെ തൻ്റെ ബന്ധത്തിൽപ്പെട്ടവരോ സ്നേഹിതരോ തൻ്റെ കൂട്ടുപ്രവർത്തകരോ ഇവരോട് ആരോടും താൻ ചോദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ തന്നെ കൺവിക്റ്റ് ചെയ്തപ്പോൾ ആ സെക്കൻഡിൽ തീരുമാനമെടുക്കാം. വെള്ളമുള്ള സ്ഥലം കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് താൻ പ്രതികരിക്കുകയാണ്, എനിക്ക് സ്നാനപ്പെടണം. എത്രയെത്ര ആളുകൾ സ്നാനത്തിൻ്റെ സത്യം ഗ്രഹിച്ചിട്ടും അവരെയും ഇവരെയും ഒക്കെ പ്രസാദിപ്പിക്കുവാൻ അവർ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെക്കുന്ന അനുഭവങ്ങളുണ്ട്. ആരോടും ചോദിച്ച് അനുവാദം മേടിച്ച് ചെയ്യേണ്ട
ഒരു ശുശ്രൂഷയല്ല സ്നാന ശുശ്രൂഷ. രക്ഷ വ്യക്തിപരമാണ്. നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനം സത്യമാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം വന്നാൽ അതിന് പെർമിഷൻ മാനുഷികമായി ആരോടും ചോദിക്കേണ്ട ആവശ്യം ദൈവവചനം തരുന്നില്ല. സർവശക്തനായ ദൈവത്തെക്കാൾ വലിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, നാം അതനുസരിച്ചേ തീരൂ. ഈ വിഷയത്തിൽ ഇനിയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉഴപ്പി സമയം നീക്കുന്നുണ്ടെങ്കിൽ നോ, സമയമായി കാര്യം ഗ്രഹിച്ച് സ്നാനപ്പെടുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളൊരു സത്യം അറിഞ്ഞു. ആ സത്യം നിങ്ങളെ ഡെലിവറി ചെയ്യും, സ്വതന്ത്രന്മാരാക്കും. അതിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ സബ്ജക്റ്റ് തന്നെ, അതായത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് അടുത്ത എപ്പിസോഡിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇതേ കാര്യം ഞാൻ തുടരുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളൊരു ഡിസിഷൻ എടുത്തു എങ്കിൽ ഞങ്ങളെ അത് അറിയിക്കണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ശേഷം യേശുക്രിസ്തുവിൻ്റെ കൂടെ ചേരുവാൻ, സ്നാനമേൽക്കുവാൻ താല്പര്യപ്പെടുന്ന, തീരുമാനമെടുക്കുന്ന അവിടുത്തെ ജനത്തെ തിരുമുൻപാകെ കൊണ്ടുവരുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപയും അവരുടെ മേൽ പകരണമേ. സകലമാനവും മഹത്വവും കർത്താവ് ഈ വിഷയത്തിൽ എടുക്കുമാറാകണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ഒരുമിച്ച് കാണാം. God bless you.